ഹലോ ഫിഷ് ലവേഴ്സ്, മിക്കവർക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഫിഷിനെ പാക്ക് ചെയ്തുകൊണ്ടുവന്ന കവർ എന്ത് ചെയ്യുന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ബക്കറ്റിൽ പൊട്ടാസ്യം പെർമാനേറ്റ് കലക്കും. കുറച്ച് നേരം അതിൽ മുക്കി വെച്ചതിന് ശേഷം അപ്പോൾ തന്നെ എടുത്ത് നേരെ ഇതുപോലെ വെള്ളം നിറച്ചിട്ടുള്ള വലിയൊരു ടാങ്കിൽ ഇതേപോലെ കവറുകൾ മുക്കി വെക്കും. പൊട്ടാസ്യം പെർമാനേറ്റ് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ കവറിൻ്റെ ഉള്ളിലെ ബാക്ടീരിയാസൊക്കെ നശിച്ചു പോകും. അതുപോലെ തന്നെ ആ കവർ ഇതുപോലെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെള്ളം നിറച്ച ടാങ്കിൽ മുക്കിയിടുന്നത്. എന്നാൽ അധിക സമയം നിങ്ങൾ ഇതുപോലുള്ള കവറുകൾ പൊട്ടാസ്യം പെർമാനേറ്റിൽ മുക്കി വെക്കരുത്. കാരണം അതിൻ്റെ പൊട്ടാസ്യം പെർമാനേറ്റ് കളർ കൂടി കവറിലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തേക്ക് മുക്കി വെച്ചിട്ട് ഇതുപോലെ വെള്ളം നിറച്ചിട്ടുള്ള ടാങ്കിൽ മുക്കി വെച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ ഏകദേശം ഒരു ദിവസത്തോളം ഈ ടാങ്കിൽ മുക്കി വെച്ചിട്ടാണ് കവർ ഇങ്ങനെ എടുക്കുന്നത്. കവറുകളൊക്കെ എടുത്തിട്ട് നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കാൻ എടുക്കണം. അപ്പോൾ ഈ കവറുകൾ ഇട്ട് വെക്കാനായിട്ട് വേറെ ടാങ്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ പ്ലാന്റ് ടാങ്കിൽ ഇട്ടിരുന്നത്. അത് പക്ഷേ കവറിൻ്റെ ഉള്ളിൽ പ്ലാന്റുകളൊക്കെ ആവുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മളിതുപോലെ പ്ലാന്റ് ടാങ്കിൽ ഇട്ട് വെക്കുമ്പോൾ കവറുകളിൽ ഇതുപോലുള്ള ചെറിയ സ്നെയിലുകളൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കവറുകൾ മുക്കി വെക്കാനായിട്ട് വെള്ളം നിറച്ചിട്ടുള്ള പ്ലെയിൻ ടാങ്ക് തന്നെ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ബക്കറ്റോളം കവറുകൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കമഴ്ത്തിയിട്ടിട്ട് അത് ഉണക്കിയെടുക്കാം. 2 ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷം ഇന്നിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ അതേ കവറുകൾ നമ്മളിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വെയിലുള്ളത് കൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂടേറ്റ് ഇതിൻ്റെ അകത്തുള്ള വെള്ളം കൂടി ഉണങ്ങിപ്പൊക്കോളും. ഏകദേശം ഒരു ദിവസം കഴിഞ്ഞാലും നമുക്ക് ഈ കവറുകൾ ഉണക്കിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, കവറിലുണ്ടായിരുന്ന വെള്ളം ഈ ടാങ്കിൽ തൽക്കാലത്തേക്ക് വീഴും. അപ്പോൾ നമ്മളിനി വരും കാലങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാനായിട്ട് ഇതുപോലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.